സഖി ഗംഗേ പറയൂ. കുമാരസംഭവം എന്ന ചിത്രത്തിൽ മാധുര്യമ്മ പാടിയ പ്രിയ സഖി ഗംഗേ പറയൂ. ഈ വരികളിൽ സഖി എന്ന വാക്കിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കൂ. അതിലെ ഖ എന്ന അക്ഷരത്തിൻ്റെ മനോഹാരിത നോക്കൂ. അതുപോലെ സുഖമോ ദേവി എന്ന ചിത്രത്തിൽ ONV എഴുതി രവീന്ദ്രൻ മാസ്റ്റർ ഈണം നൽകി ഗാനഗന്ധർവൻ ശ്രീ KJ യേശുദാസ് ആലപിച്ച സുഖമോ ദേവി സുഖമോ ദേവി എന്ന പാട്ട് ഏവർക്കും പരിചിതമല്ലേ? ഇതിൽ സുഖമോ എന്ന വാക്കിൽ ഉള്ള ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിച്ചോ? അത് തന്നെയാണ് ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണവും. ഒറിജിനൽ കേട്ടു നോക്കണേ. എന്നാൽ ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തെ പാടെ അവഗണിച്ച നിലയിൽ ഇന്ന് നമ്മിൽ പലരും ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണേ. നമുക്കുച്ചരിക്കാം. സുഖം, മുഖം, നഖം, ഖാദി, അഖിലം, ഖരം എന്ന് ശരിയായി ഉച്ചരിക്കുന്നതിന് പകരം നാം സുഖം, മുഖം, നഖം, ഖാദി, അഖിലം, ഖരം എന്നിങ്ങനെ തെറ്റായി ഉച്ചരിക്കുന്നതൊന്ന് ശ്രദ്ധിക്കണേ എന്നാണ് പറയുന്നത്. അതുപോലെ ചില വാക്കുകളിൽ ഖായുടെ ഉച്ചാരണം കായുടെ ഇരട്ടിപ്പ് ആയ ക യിലേക്ക് പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ മുഖ്യമന്ത്രി എന്നതിന് പകരം മുഖ്യമന്ത്രി, മുഖ്യമായ എന്നും ദുഃഖം എന്നതിന് പകരം ദുഃഖം എന്നും ഉച്ചാരണ പിശകുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ഇവിടെ നോക്കൂ, സംഖ്യ എന്ന് ഉച്ചരിക്കുന്നതിന് പകരം നാം സംഖ്യ എന്ന് പറയാതിരിക്കണം. ശ്രദ്ധ വയ്ക്കണേ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വ്യഞ്ജനാക്ഷരം ഗായുടെ ഉച്ചാരണത്തിനായി കാത്തിരിക്കൂ. അതുവരെ ബൈ.